പൊടി പൊടി മൊത്തം പൊടി മൊത്തം കോടമഞ്ഞ്. മൂന്നാറിലാണ് ഈ പൊടി കാരണം ഒരു രക്ഷ. ഗ്രൈൻഡിങ് കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ നല്ല വാഷ് ചെയ്ത് ക്ലിയറാക്കി എടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ പൊടി നമ്മുടെ വാളിലിരുന്ന് കഴിഞ്ഞാൽ ഗമ്മ വെച്ച് ടൈലൊട്ടിക്കുമ്പോഴത്തേക്ക് അതൊരു പിടിക്കാനുള്ളൊരു ടെൻഡൻസി കുറവായിരിക്കും. നമ്മൾ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ സാധാരണയായി കാണുന്ന ഓരോ വീടുപണിയിലും ഓരോ ഡിഫക്റ്റുകൾ കണ്ടുവരാറുണ്ട്. സാധാരണയായിട്ട് ചില ഓഫീസുകളും അതായത് ചില വീടുകളിലും നമ്മൾ ഭിത്തികളിൽ അതായത് നമ്മുടെ ചുമരിൽ പെയിൻറ് ചെയ്ത് ഇട്ടിരിക്കുന്ന ചുമരുകളിൽ ചിലവർ ചിപ്പ് ചെയ്തിട്ടൊക്കെ ചെറിയ രീതിയിൽ ചിപ്പ് ചെയ്ത് ഗം അഡ്ഹീസീവ് ഉപയോഗിച്ച് ടൈലൊക്കെ ഒട്ടിക്കാറുണ്ട്. പക്ഷെ അതിനെ അപേക്ഷിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ നമ്മളോരോ വർക്ക് സൈറ്റിലൊക്കെ പോകുമ്പോഴത്തേക്ക് തൊട്ടടുത്ത വീടുകളിലൊക്കെ ഇതേപോലെ ഓരോ കംപ്ലയിൻസ് ഒക്കെ കാണിച്ച് അങ്ങനെ എല്ലാവരും തന്നെ ചിപ്പ് ചെയ്തിട്ട് നമുക്ക് അഡ്ഹീസീവ് ഉപയോഗിച്ച് ടൈലൊട്ടിക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ അവർ വശയാണ് ടൈലൊട്ടിക്കുന്ന വശയാണെന്നൊക്കെ പറഞ്ഞ് വർക്ക് അവരെ കൊണ്ട് ചെയ്യിക്കുകയും ലാസ്റ്റ് ഒരു 2 വർഷം ഒരു 3 വർഷം കഴിയുമ്പോഴത്തേക്ക് ടൈലും ഭിത്തിയും ആയിട്ട് അതായത് പശ ടൈലിൽ തന്നെ ഇരിക്കും. പശയും ഭിത്തിയായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് ടൈലിരിക്കുക. ചിലർ പല രീതിയിൽ പ്രതിരോധിക്കാറുണ്ട്. ചിപ്പ് ചെയ്തിട്ട് ഭിത്തിയിലേക്ക് ഗം അഡ്ഹീസീവ് ബെഡ് ചെയ്ത് റെഡിയാക്കുക, അതിന് ശേഷം ടൈലിലേക്ക് ചെയ്യാറുണ്ട്. പക്ഷെ അതൊന്നും ഒരിക്കലും നമുക്ക് ലാസ്റ്റ് ചെയ്യുന്ന ഒന്നല്ല. നമ്മളിപ്പോൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 4-5 വർഷമൊക്കെ നിങ്ങളും ജസ്റ്റ് ഒന്ന് അതിൽ നിന്ന് മുട്ടി നോക്കിയാൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മളൊരിക്കലും അങ്ങനെ ചെയ്യരുത്. റഫ് ആയിട്ടുള്ള അതിലൊട്ടിക്കുന്നതും പെയിൻറ് ചെയ്ത് പ്രതലത്തിൽ ഒട്ടിക്കുന്നതായിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട്. കാരണം അത് പിടിക്കാൻ ഗ്ലോസി ഫിനിഷിങ്ങിൽ ഒരിക്കലും പിടിക്കാനുള്ള പ്രവണത തീരെ കുറവാണ്. പിന്നെ ഓരോ കാലാവസ്ഥയുടെ വ്യതിയാനം കൊണ്ട് പല പ്രശ്നങ്ങളും വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നു പെയിൻ്റ് അടിച്ച ഭിത്തിയിൽ ഏത് രീതിയിലാണ് ടൈൽ നല്ല രീതിയിൽ ഫിറ്റ് ചെയ്യാവോ മാക്സിമം സെറ്റായി ഇരിക്കാൻ പാകത്തിന് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പം അതിലൊരു വർക്കാണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. പുതിയ ബിൽഡിംഗ് ആണ്, പക്ഷേ അവിടെ പെയിൻറ് ചെയ്ത് പോയി. പക്ഷെ അവർ പറഞ്ഞത് നമുക്കത് ടൈലൊട്ടിക്കണം എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ്. വീഡിയോയിലേക്ക് പറയാം. ഇവിടെയാണ് നമുക്ക് ടൈലൊട്ടിക്കാനുള്ളത്. നല്ല 2 കോട്ട് എമർഷൻ അടിച്ച്, അതായത് പ്രൈമറും എമർഷനും കൂടി അടിച്ച് ഉള്ള വാളിലാണ് നമുക്ക് ടൈലൊട്ടിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ നല്ല ഗ്ലേസിങ് അടിക്കുന്ന ഭിത്തിയിൽ ടൈലൊട്ടിച്ച് ചെയ്യാൻ നമുക്ക് ഒരു കാരണവശാലും അതൊരു ഗ്യാരണ്ടി പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ഷീനുവും ജെയിംസും റിയാസുമാണ് ഗ്രൈൻഡ് ചെയ്യുന്നത്. നല്ല ഗ്ലേസിങ് ആണ്. അപ്പോൾ നമുക്ക് ഇത് പിടിക്കാതെ നമ്മൾ വെറുതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി നമുക്ക് പണി തീർത്ത് പോയിട്ടൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ ഇതേപോലെ നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്ത് അടിപൊളി പക്കയായിട്ട് വർക്ക് തീർത്ത് കഴിഞ്ഞാൽ ലാസ്റ്റിക്കും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ പുറത്ത് വർക്ക് ചെയ്യുന്ന ആളുകൾ വരെ ഇൻ്റർലോക്കിൻ്റെ ടൈലിൻ്റെ വർക്ക് ചെയ്യുന്നവർ പൊടി കാരണം മാസ്ക് ഇട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ ചെറിയ ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നല്ലതുപോലെ പൊടി അതിൻ്റെ ഇടയ്ക്ക് നിർത്തി അങ്ങനെയാണ് ഗ്രൈൻഡ് ചെയ്യുന്നത്. പൊടി മൊത്തം പൊടി മൊത്തം കോടമഞ്ഞ്. മൂന്നാറിലാണ് ഈ പൊടി കാരണം ഒരു രക്ഷ. മൊത്തം പൊടിയാണ്, ഫുൾ പൊടിയാണ്. ക്യാമറയിൽ കാര്യമായിട്ട് കിട്ടുന്നില്ല, നല്ല പൊടി. ഇപ്പോൾ ഇവിടെ കുറവുണ്ട്. നമ്മൾ ഇതേപോലെ ഗ്രൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ടൈല് നല്ല അടിപൊളിയായിട്ട് ഭിത്തിയിൽ പിടിച്ച്. ഒരു കാരണവശാലും ഇതേപോലെ പെയിൻറ്റിൽ ചിപ്പ് ചെയ്ത് വെറുതെ ഒട്ടിക്കരുത്. ഇത് ഫ്ലോർ നിലവിൽ ഇതിൻ്റെ ടൈലില്ല, അത് കോൺക്രീറ്റ് ഇട്ട് മോട്ടർ അടിക്കുന്നതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ നല്ലതുപോലെ ഫുള്ളായിട്ട്, അതായത് പ്ലാസ്റ്റർ ചെയ്തെടുത്ത് ഭിത്തി പോലെ നമുക്കത് ആക്കിയെടുക്കണം. എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലത് ഭിത്തിയിൽ ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയുള്ളൂ. കാരണം നമുക്ക് പെട്ടെന്ന് പണി തീർക്കുന്നതിൻ്റെ ഡേറ്റ് കുറവായതുകൊണ്ട് തന്നെ ആൾ കൂടുതൽ നിന്ന് 8 ദിവസം കൊണ്ട് ഗ്രൈൻഡിങ് തീർത്ത് കഴിഞ്ഞാൽ ശരിക്കും ഇത് ക്ലീനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ ഗ്രൈൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുണ്ടോ, ഇതേപോലെ നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്ത് പെയിൻ്റ് പൊടിയായതുകൊണ്ട് ഒരു 1/4 മണിക്കൂർ റെസ്റ്റ് ചെയ്താണ് മെഷീൻ പിടിക്കുന്നത്. കാരണം അതേപോലെ പൊടിയാണ്. ഹെൽമറ്റും ഒക്കെ വെച്ചിട്ടാണ്
എല്ലാം ചെയ്യുന്നത്. വെബറിൻ്റെ ടൈൽ പേസ്റ്റും ACC സിങ്കും കൂടി ഈക്വലായിട്ട് മിക്സ് ചെയ്താണ് ടൈലൊട്ടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രൈൻഡിങ് ഏറെക്കുറെ തീർന്നു വരുന്നു. എന്നെ തിരിച്ചു നോക്കി. ഇപ്പം നല്ല വെളിച്ചമായില്ലേ? ഞാനും പരിപാടി മോട്ടർ ഇടണം. 180 സെൻറ്റി ഹൈറ്റിൽ 2x2 ടൈലാണ് ഒട്ടിക്കുന്നത്. ഗ്രൈൻഡിങ് കഴിഞ്ഞതിന് ശേഷം നല്ല വാഷ് ചെയ്ത് ക്ലിയറാക്കി എടുക്കണം. അല്ലെങ്കിൽ അതിൻ്റെ പൊടി നമ്മുടെ വാളിലിരുന്ന് കഴിഞ്ഞാൽ ഗമ്മ വെച്ച് ടൈലൊട്ടിക്കുമ്പോഴത്തേക്ക് അതൊരു പിടിക്കാനുള്ളൊരു ടെൻഡൻസി കുറവായിരിക്കും. നമ്മൾ നല്ലതുപോലെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ടൈലൊട്ടിക്കേണ്ടത്. ഇതാണ് വെബറിൻ്റെ ടൈൽ പേസ്റ്റ്. പിന്നെ ACCയുടെ സിമെൻറ്റാണ്. 30 കിലോ പാക്കറ്റാണ് വരുന്നത്. നമ്മൾ 50 കിലോ 100 കിലോ ഇട്ട് 100 കിലോ ഗമ്മ് ഇട്ട് മിക്സ് ചെയ്താണ്. അതേപോലെയാണ് ചെയ്യാൻ അവർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഗമ്മ് കൈപ്പാണി ഉപയോഗിച്ച് നിരത്തിയതിന് ശേഷം ഇതേപോലെ ഒരേ രീതിയിൽ ബെഡാവാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്ത 10 mm ഇത് വെച്ച് ഒരേ ലെവലിൽ ഗമ്മ വലിച്ചാണ് ടൈലിൽ പേസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ 2 ചാക്ക് സിമെൻറ്റും ഗമ്മ് വെബറിൻ്റെ അതേപോലെ 100 കിലോ ഇട്ട് അടിയിൽ ഷീറ്റിട്ടാണ് ചെയ്യുന്നത്. ഓരോ കൊട്ടയിൽ കൂട്ടുമ്പോൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ വർക്ക് ഒരു സൈഡിൽ നിന്ന് അടിപ്പീസും തീർത്ത് ജോയിൻറ്റ് ഫിൽറ്ററും ഉൾപ്പെടെ ചെയ്ത് ഫിനിഷ് ചെയ്തതാണ് വരുന്നത്. നമ്മുടെ കൂടെയുള്ള ഭായി കൂടി ഒന്ന് തീർക്കാൻ വേണ്ടിയിട്ട് അവനെയും കൂടി കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ അവൻ പൗഡർ ഫില്ല് ചെയ്ത് ക്ലിയറാക്കി പോരുന്നുണ്ട്. നല്ലൊരു സൈഡ് ഫിനിഷ് ചെയ്ത് ഇങ്ങനെ തീർന്ന്. എപ്പോക്സി വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് എപ്പോക്സി ചെയ്യുന്നില്ല. ജോയിൻറ്റ് ഫില്ലർ ചെയ്ത് വർക്ക് നമ്മുടെ ഫിനിഷിംഗ് ആയി. ഇനി ഈ ഭാഗം കൂടി ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ വർക്ക് മൊത്തം തീർന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും